സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പല്ലിനെക്കുറിച്ചാണ്. പല്ലിനുണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്, അതിന് പരിഹാരമാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്, ഇതിനെക്കുറിച്ചാണ് നമുക്കൊരു സാമാന്യ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പല്ലിന് പലപ്പോഴും പല്ലിൻ്റെ ഇനാമിലൊക്കെ പോയിട്ട് തുള പിടിക്കും. അതുപോലെ മഞ്ഞ നിറം പോലെ വരും, അല്ലെങ്കിൽ ഇളം കറുപ്പ് നിറം വരും. ഈ നമ്മുടെ ബാക്ടീരിയ, നമ്മുടെ വായിലുള്ള ബാക്ടീരിയ, ഭക്ഷണം കഴിച്ചിട്ട് പല്ല് കഴുകാതെ ഒക്കെ ഇരിക്കുന്ന വ്യക്തികളിൽ ധാരാളമായിട്ട് ഈ ബാക്ടീരിയ ഉണ്ടാകും. ആസിഡും ബാക്ടീരിയയും കൂടെ കൂടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് കൂടുതലായിട്ട് വരും, ഷുഗറിൻ്റെ അസുഖമുള്ളവർക്ക്. സ്റ്റാർച്ച് ബാക്ടീരിയന് കൂടുതലായിട്ട് എടുക്കും. ഇതുപോലെ തന്നെ സോഡ കൂടുതൽ ഉപയോഗിക്കുക, ജ്യൂസ് ഉപയോഗിക്കുക, മദ്യം ഉപയോഗിക്കുക, ഇങ്ങനെയുള്ളവർക്ക് അസ്വസ്ഥത കൂടുതൽ വന്നിട്ട് അവസാനം പല്ലിൻ്റെ ഇനാമിൽ പോയിട്ട് സെൻസിറ്റീവ് ആവും. അതിനാണ് സെൻസിറ്റീവിന് ആകുന്നതിനൊക്കെ ഇതുണ്ടല്ലോ, പേസ്റ്റുകളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ചൂട് തണുപ്പ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥയായിരിക്കും, പല്ലിന് ഇത് വരിക്കും. പിന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഉമിനീര്. അപ്പോൾ ശരീരത്തിൽ ഉമിനീര് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാലും പല്ലിന് കേടുവരും. അതുപോലെ പല്ല് തന്നെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ കുപ്പിയുടെ അടപ്പ് തുറക്കാനും പേന കടിച്ച് തുറക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പല്ലുകൾക്ക് പ്രശ്നം വരും. കടുത്ത സാധനങ്ങൾ, പല്ലിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതലുള്ള കല്ല് അല്ലെങ്കിൽ ചില ധാന്യങ്ങൾ, ഐസൊക്കെ കടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. കുട്ടികൾക്ക് പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ കണ്ടമാനം മധുരമുള്ള സാധനങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പല്ലിന് കേടുവരും. ക്രമമായിട്ട് 3 നേരവും ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യണത് നല്ലതാണ്. ഭക്ഷണത്തിന് ശേഷം ഇതുപോലെ തന്നെ പല്ലുവേദനയൊക്കെ മാറാനായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പല്ലിൻ്റെ ഗ്രാമ്പൂ നല്ലതാണ്. അതുപോലെ എള്ള് അല്പം കഴിക്കുന്നത് നല്ലതാണ്. എള്ളും വെള്ളവും കൂടി കഴിക്കുന്നത് നല്ലതാണ്. ഉള്ളി ഈ പല്ലുവേദനയ്ക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും. കർപ്പൂര തുളസി, ഇപ്പോൾ പല്ലിന് ചില പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ തുളസി പിന്നെ കടിച്ച് ചവച്ച് കഴിഞ്ഞാൽ കുറഞ്ഞു കിട്ടും. മഞ്ഞളിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഐസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അല്പം ഐസ് പുറത്ത് ഇങ്ങനെ വെച്ച് തുണിയിൽ വെച്ചിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ പല്ലുവേദന കുറഞ്ഞു കിട്ടും. ഉപ്പുവെള്ളം കവിൾ കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കവിൾ കൊള്ളുക. പല്ലിൻ്റെ അപ്പം കുറച്ചുകൂടെ അണുക്കളൊക്കെ ചാകാനായിട്ട് സാധിക്കും. പിന്നെ ഭയങ്കര വേദനയൊക്കെ വന്ന് ഐബുപ്രൂഫൻ പോലുള്ള ഗുളികകൾ ഉപകാരപ്രദമായിരിക്കും. വെളുത്തുള്ളി പല്ലുവേദനയ്ക്കൊക്കെ നല്ലതാണ്. പുതിനയില പല്ലുവേദന മാറാൻ സഹായമാണ്. കറ്റാർ വാഴ അതും നമുക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെയുള്ള പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് തലം വരും. പിന്നെ കൂടുതൽ അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ പല്ല് പറിക്കേണ്ടതാണെങ്കിൽ പറിച്ച് കളയണം, ഫില്ല് ചെയ്യേണ്ടതാണെങ്കിൽ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ അടയ്ക്കേണ്ടതാണെങ്കിൽ അടയ്ക്കണം. അതും വെച്ചുകൊണ്ടിരുന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം അത് ഡീക്കേ ആവും. ഇപ്പോൾ പല്ലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡോക്ടർ പറയും പല്ലിൻ്റെ ഇത് അതിൻ്റെ ഈ കേടായ ഭാഗങ്ങൾ കളഞ്ഞിട്ട് അല്ലെങ്കിൽ പറിച്ച് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അത് കൂടുതൽ അസ്വസ്ഥയായിട്ട് മാറും. അതിൻ്റെ റൂട്ടിലോട്ടൊക്കെ കയറി പിടിക്കും. അപ്പോൾ പിന്നെ എക്സ്റേ എടുക്കേണ്ടി വരും. അത് റൂട്ട് കനാലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അസ്വസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കണ്ണുകളടയ്ക്കാം. കർത്താവേ, പല്ലുവേദന കൊണ്ട് വിഷമിക്കുന്ന അനേകം പേര് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പല്ലിനെ കേടാകാതെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരിലേക്ക് കടന്നു വന്ന് ഇവരെ സുഖപ്പെടുത്തണമേ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.